ഇസ്രയേലിനെ കൂടുതൽ കൂടുതൽ ചൊടിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സമാനതകളില്ലാത്ത ആക്രമണത്തിലേക്ക് ഇസ്രയേൽ പോവുകയും ചെയ്യുന്നു. ഇന്ന് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭീഷണി പ്രസംഗം 2 തവണയാണ് നമ്മൾക്ക് കേൾക്കേണ്ടി വന്നതും. ഇപ്പോൾ ശ്രീ MS വേണുഗോപാൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ MS വേണുഗോപാൽ, നോക്കൂ, ഇതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ വെടിനിർത്തലാണ് എന്ന PJ വിൻസെന്റ് പറഞ്ഞ പോയിന്റ് നമ്മൾ എടുക്കുകയാണ്. ഒപ്പം തന്നെ പലസ്തീൻ എന്ന രാഷ്ട്രത്തിന് ഒരു അംഗീകാരം എന്നത് ആ സ്റ്റാൻഡ് സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണൽ ചൂണ്ടിക്കാട്ടുന്നു ഇത് പൊള്ളയായ യാഥാർത്ഥ്യമായി തുടരും കൃത്യമായ നടപടികളിൽ ഇല്ല എങ്കിൽ. കാരണം ഈ രാഷ്ട്രങ്ങളൊന്നും തന്നെ ഇവരുമായുള്ള ഇസ്രയേലുമായുള്ള ആയുധ കച്ചവടങ്ങൾ നിർത്തലാക്കിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ യുദ്ധ കുറ്റകൃത്യം നടത്തുന്നവർക്ക് ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ള ബന്ധങ്ങൾ തുടർന്നുകൊണ്ട് പലസ്തീൻ രാഷ്ട്രം അംഗീകരിച്ചു എന്ന് പറയുന്നത് കൊണ്ട് എന്ത് ഫലം എന്ന ഒരു ചോദ്യമുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഒരു ഫലവുമില്ല എന്നുള്ളതാണ്. കാരണം നാറ്റോയുടെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രങ്ങളാണ്, അമേരിക്കയുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രങ്ങളാണ്. അപ്പൊ അമേരിക്കയുടെ വലങ്കൈയായി നിൽക്കുന്ന ഇസ്രയേലിന് എതിരെ ഇവർ പുറപ്പെടുവിക്കുന്നത് വെറും ജൽപ്പനങ്ങൾ മാത്രമാണ്. ഈ ജൽപ്പനങ്ങൾ കൊണ്ട് പലസ്തീൻ ജനതയ്ക്കോ അല്ലെങ്കിൽ ഗാസയിൽ ദുഃഖമനുഭവിക്കുന്നവർക്കോ യാതൊരു പരിഹാരവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവർക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇസ്രയേലുമായി നേരിട്ട് സംസാരിച്ചുകൊണ്ട് വെടിനിർത്തൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് നീങ്ങുന്നതിന് ഇസ്രയേൽ എന്താണ് കണ്ടീഷൻ പറയുന്നതെന്ന് കൂടി ആലോചിക്കേണ്ടതാണ്. അങ്ങനെ ഇസ്രയേലിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അവരുടെ താല്പര്യങ്ങളെ കൂടെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പരിഹാരമല്ലെങ്കിൽ അത് പരിഹാരം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഖത്തറിൽ സമാധാന ചർച്ചയ്ക്ക് പോയപ്പോൾ നമ്മൾ കണ്ടതല്ലേ. ഖത്തറിൽ സമാധാന ചർച്ചയ്ക്ക് പോയപ്പോഴാണ് അവിടെ ബോംബാക്രമണം നടത്തിയത് ഇസ്രായേൽ. അതിന്റെ കാരണം എന്താണ്? സമാധാനമല്ല, യുദ്ധമാണ്, ഇനിയും ഞങ്ങൾക്ക് താല്പര്യമെന്നല്ലേ അവർ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിനെതിരെ വേറെന്തെങ്കിലും ഒരു ഗിമ്മിക് കാണിച്ചുകൊണ്ട് പലസ്തീനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, പലസ്തീനെ അംഗീകരിക്കുന്ന കുറെ നാളുകളായി നമ്മൾ കേൾക്കുന്നില്ല, എത്രയോ നാളായി നമ്മൾ കേൾക്കുന്നതാണ് പലസ്തീനെ അംഗീകരിക്കുന്നു പല രാഷ്ട്രങ്ങളും പറയുന്നത്. അങ്ങനെ ഒരു അംഗീകാരമല്ല അവർക്ക് ആവശ്യം. അവർക്ക് ആവശ്യം സ്വതന്ത്രമായ ഒരു പലസ്തീൻ ആണെങ്കിൽ സ്വതന്ത്രമായ ഒരു ഇസ്രയേലും നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. ഗാസയിൽ ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ലോക രാഷ്ട്രങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു വെടിനിർത്തൽ തന്നെയാണ്. വെടിനിർത്തലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇസ്രയേലിന്റെ ചില താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കേണ്ടതുണ്ട്. അതായത് ഇസ്രയേലിനകത്ത് ഒരു കൊച്ചു രാജ്യമായിട്ട് ഗാസ, അല്ലെങ്കിൽ കൊച്ചു സംസ്ഥാനമായിട്ട് ഗാസ നിൽക്കുകയാണ്. അത് അവർക്ക് ഇനി അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ നയം. അപ്പൊ അതിനൊരു പരിഹാരം എന്താണ്? അവിടെയുള്ളവരെ ഇനിയും കഷ്ടപ്പെടുത്താതെ, അവരെ ഇനിയും പട്ടിണിക്കിടാതെ, അവരെ ഇനിയും ബോംബിട്ട് നശിപ്പിക്കാതെ അവർക്ക് സുരക്ഷിതമായ ഒരു താവളം എവിടെ ഉണ്ടാക്കാം? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ലോകരാഷ്ട്രങ്ങൾക്കോ ലോക നേതാക്കൾക്കോ UN കഴിയുന്നില്ല. അവിടെയാണ് പ്രശ്നം. അപ്പൊ നമ്മള് അല്ലെങ്കിൽ പിന്നെ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇസ്രയേലിനെതിരെ യുദ്ധത്തിനിറങ്ങണം. അങ്ങനെ നടക്കുന്ന പ്രശ്നമേ ഇല്ല. അമേരിക്ക ആ സൈഡിൽ നിൽക്കുന്നിടത്തോളം കാലം ഒരു യുദ്ധം ചെയ്ത് ഇസ്രയേലിനെ തോൽപ്പിക്കുന്ന പ്രശ്നമില്ല. അപ്പൊ നമുക്ക് എന്താണ് പരിഹാരം? പരിഹാരം ഗാസയിലെ ജനങ്ങൾക്ക് ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഒരു സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്ന ഒരു താവളം ഉണ്ടാക്കണം. ആ താവളം എവിടെയായിരിക്കണം? അത് ഇസ്രയേലും കൂടെ നിശ്ചയിച്ച് ഇപ്പൊ നടക്കുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. കാരണം നമുക്ക് ദ്വിരാഷ്ട്ര തിയറിയിൽ തന്നെ നിൽക്കണം. ഇസ്രയേലികളുടെ അതായത് ജൂതന്മാർക്ക് ഇസ്രയേൽ എന്ന ഒരു രാഷ്ട്രം വേണം. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് പലസ്തീൻ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രവും വേണം. ആ രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ, ആ രാഷ്ട്രത്തിന്റെ സൗഹൃദം നിലനിൽക്കണമെങ്കിൽ രണ്ട് രാഷ്ട്രങ്ങളിലും ഒരു ചർച്ച ആവശ്യമാണ്. നമ്മൾ കാശ്മീർ പ്രശ്നത്തിൽ പറയുന്ന പോലെ ദ്വികക്ഷി ചർച്ച പോലെ ഒരു ചർച്ച ഇവിടെ ആവശ്യമാണ്. ഹമാസ് ഉൾപ്പെടെയുള്ളവർ തോക്ക് താഴെ വെച്ചിട്ട് നെതന്യാഹുമായിട്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. അതിന് ഖത്തർ മുൻകൈ എടുക്കുമ്പോൾ അവർ ഹമാസിന് താവളം ഒരുക്കി കൊടുക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണ ഇസ്രയേലിന് ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നതാണ്, ഹമാസിലെ ആയിരത്തിലധികം പേരെന്നാണ് ഞാൻ അറിഞ്ഞത്, 1000-ലധികം നേതാക്കൾക്ക് അവരുടെ കുടുംബത്തിന് ഒക്കെ സുഖമായി ജീവിക്കാനുള്ള ഒരു വില്ല തയ്യാറാക്കിയിരിക്കുന്നു. അപ്പൊ വേറൊരു മിനി ഗാസ ഖത്തറിൽ വന്നിട്ടുണ്ടോ എന്ന് ഇസ്രായേലിന് സംശയം തോന്നിയിരിക്കുന്നത്. അതുകൊണ്ടാണ് യാതൊരു മടിയും കൂടാതെ US-ന്റെ ഇത്രയും വലിയ സെക്യൂരിറ്റിയിൽ ജീവിക്കുന്ന ഖത്തറിൽ ആക്രമണം നടത്താനായിട്ട് ഇസ്രായേൽ തയ്യാറായത്. ഇത് സൂചിപ്പിക്കുന്നത് സമാധാന ചർച്ചയ്ക്ക്, വെടിനിർത്തലിന് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ കൂടെ കുറച്ച് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും രണ്ട് രാഷ്ട്രങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ ഒരിക്കലും ഒരു പരിഹാരം ഉണ്ടാവില്ല.
ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവിടെ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര പ്രശ്നം. പാകിസ്ഥാനിൽ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പലതും പരിഹരിക്കാമായിരുന്നു. അതുപോലെ ഇപ്പൊ ഗാസയിൽ ഒരു ജനാധിപത്യ സംവിധാനമല്ല ഉള്ളത്. അവിടെ ഈ പാവപ്പെട്ട പട്ടിണി കിടക്കുന്നവരെ പോലും ബന്ദിയാക്കുന്ന ഹമാസിന്റെ ഒരു സ്റ്റൈൽ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഓടിപ്പോകാൻ പോലും പറ്റുന്നില്ല. അല്ലെങ്കിൽ ഓടിപ്പോയാൽ ഇപ്പൊ എങ്ങോട്ട് പോകുന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷെ എന്നാൽ പോലും അവർക്ക് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറാൻ പോലും അല്ലെങ്കിൽ അവസരം ഉണ്ടായാൽ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ആ സാഹചര്യം മാറ്റിയെടുക്കണം. ഇതിന് UN ഉള്ളവർ ശ്രദ്ധിക്കണം. ഇപ്പോ ഫ്രാൻസ് ആയാലും അതുപോലെ തന്നെ ജർമ്മനി ആയാലും ഇംഗ്ലണ്ട് ആയാലും മുൻകൈ എടുക്കേണ്ടത് നിങ്ങൾ ജൽപ്പനങ്ങൾ നിർത്തിയിട്ട് പ്രായോഗികമായിട്ടുള്ള ഒരു സൊല്യൂഷൻ അവിടെ ഉണ്ടാക്കാൻ ഇരു രാഷ്ട്രങ്ങളിലെയും തലപ്പത്തുള്ളവരെ ബന്ധപ്പെടുത്തി ഒരു വെടിനിർത്തലിനും സമാധാന ചർച്ചയ്ക്കും തയ്യാറാകുക. അത് ഖത്തറിന് ഒറ്റയ്ക്ക് കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഖത്തറിന്റെ പ്രതിനിധികളെയും വിളിക്കാം, അല്ലെങ്കിൽ അറബ് ലോകത്തുള്ളവരെയും വിളിക്കാം, അതുപോലെ നാറ്റോ രാഷ്ട്രങ്ങളെയും വിളിക്കാം, ട്രംപിനെ അല്ലെങ്കിൽ ട്രംപിന്റെ പ്രസിഡന്റായിട്ട് US സെക്രട്ടറിയെ വിളിക്കാം. അങ്ങനെ ഒരു പരിഹാരത്തിന് നീങ്ങുകയാണ് വേണ്ടത്. കാരണം UN ഇന്ന് വളരെ വീക്കാണ്. UN ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ റോള് യൂറോപ്യൻ രാഷ്ട്രങ്ങളും USA-യും കൂടെ ഏറ്റെടുത്തുകൊണ്ട്, അതുപോലെ തന്നെ അറബ് രാഷ്ട്രങ്ങളും ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അവിടെ പൊലിയുന്ന ജീവനുകൾ, അവിടെ നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ഭാവി, അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ ജീവന്റെ വില എല്ലാം കണ്ടുകൊണ്ട് ഈ കണ്ണീരിനി തുടർന്നു പോകാൻ കഴിയില്ല എന്നുള്ള സത്യം ലോകത്ത് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. ഇതൊരു വലിയ യാതന തന്നെ. എനിക്ക് തോന്നുന്നു ഈ നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ യാതനയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ പോലും ഇത്ര യാതന നടന്നിട്ടുണ്ടോ സംശയമാണ്. അത്ര ഭീകരമായ യാതന. അത്ര ഭീകരമായ ദൃശ്യങ്ങളാണ് ഗസയിൽ നിന്ന് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അടിയന്തര പ്രാധാന്യം വെടിനിർത്തലിന് തന്നെ നൽകണം എന്നതാണ് ശ്രീ MS വേണുഗോപാലും ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്ക്